സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചില കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയാണ് CPM-ന്റെ പ്രചാരണ രീതി. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സ്റ്റേജ് മാനേജ്മെന്റ് ഷോയാണ്. ചോദ്യകർത്താക്കളെ മുൻകൂട്ടി നിശ്ചയിച്ച് മുൻകൂർ ചോദ്യങ്ങൾ നൽകി സർക്കാരിനെതിരെ ഒരു ചോദ്യവുമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് മുഖാമുഖം നടത്തുന്നതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കാണാൻ മുഖ്യമന്ത്രി പോകുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ CPO ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പുല്ലുതിന്നും ശവമഞ്ചത്തിൽ കിടന്നും മുട്ടിലിഴഞ്ഞും സമരം ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ TP കൊലക്കേസിന് പിന്നിൽ നടന്ന ഉന്നതതല ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SSLC പരീക്ഷ നടത്താൻ പോലും ശേഷിയില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 57,800 കോടി കിട്ടാനുണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. യഥാർത്ഥത്തിൽ 3,100 കോടിയാണ് കിട്ടാനുള്ളത്. 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ലേക്ക് വന്നപ്പോൾ കേരളത്തിലുള്ള വിഹിതം 2.5% നിന്ന് 1.92 കുറഞ്ഞിട്ടുണ്ട്. ബജറ്റിന് പുറത്ത് കടമെടുത്തപ്പോഴാണ് കടമെടുപ്പിന് പരിധി വന്നത്. ഇല്ലാത്ത കണക്കാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കേരയിൽ നടപ്പാക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമായിട്ടും നോട്ടിഫൈ ചെയ്ത ഭൂമി ഡീനോട്ടിഫൈ ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതിനാൽ ഭൂമി വിൽക്കാനോ പണയം വെക്കാനോ സാധിക്കാതെ പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. തോട്ടപ്പള്ളിയിലെ മണലെടുപ്പിന് പിന്നിലുള്ള അഴിമതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കോടികൾ തുലച്ച നവകേരള സദസ്സിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ മുഖാമുഖം എത്തിയിരിക്കുന്നത്. ഇക്കുറി വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയുമായി മുഖാമുഖമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനും പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചിലവാകും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചരണമാണ് ലക്ഷ്യം. കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിപാടികൾക്ക് പണം തടസ്സമാകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവിധ വകുപ്പ് മേധാവികളോട് പണം പിരിച്ചു നൽകാനും നിർദ്ദേശമുണ്ട്. നവകേരള സദസ്സിന് വേണ്ടിയും വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പിരിവ് നടത്തിയിരുന്നു. പണമില്ലാത്തതിനാൽ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വരെ വെട്ടിക്കുറച്ച സർക്കാർ രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി കോടികൾ ധൂർത്തടിക്കുന്നതിലാണ് പ്രതിഷേധമുയരുന്നത്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ 80%-ലേറെയും പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പുതിയ മുഖാമുഖം പരിപാടി പ്രഹസനമാകുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ സിനിമ, കലാ, സാഹിത്യ രംഗത്ത് നിന്ന് 2000 പേർ പരിപാടിക്ക് എത്തുമെന്നതാണ് സംഘാടകർ പറയുന്നത്. ഇത്രയും ആളുകളുമായി ആശയസംവാദം നടക്കില്ലെന്നും ഉറപ്പാണ്. ഫലത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനെത്തുന്ന ആൾക്കൂട്ടം മാത്രമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന പ്രചരണത്തിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യവും ഈ പരിപാടിക്കില്ലെന്നതും വ്യക്തം.